വേദിയിലിരിക്കുന്ന മഹത്വത്തെക്കും കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇവിടെ വരാൻ കഴിഞ്ഞ വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. വളരെ ശാന്തവും സുന്ദരമായ ക്ഷേത്രമാണ്. അതുപോലെ അന്നദാനം എന്ന് പറയുമ്പോൾ അന്നദാനം മഹാദാനം എന്നാണല്ലോ പറയുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. നമ്മൾ അന്നദാനം മഹാദാനം എന്ന് പറയാനുള്ള കാരണം തന്നെ നമുക്ക് എന്ത് കാര്യം കിട്ടിയാലും ഇനിയും വേണമെന്ന് തോന്നും. പക്ഷെ നമുക്ക് ആഹാരം ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരുന്ന കുറച്ചുമ്പോൾ നമ്മൾ മതിയെന്ന് പറഞ്ഞു പോകും. എന്തുകൊണ്ട് മതിയെന്ന് പറയാൻ പറ്റാവുന്ന വളരെ ചുരുക്കം കാര്യങ്ങളിൽ ഒന്നേ ഉള്ളൂ അന്നം. അതുകൊണ്ടാണ് അന്നദാനം മഹാദാനമാണെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവട്ടെ. ഇനി അതിൽ രണ്ടാമത്തെ നിലയും അതിൻ്റെ മുകളിലും കെട്ടാനുള്ളൊരു അനുഗ്രഹം ഈശ്വരൻ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മൾ എന്ത് തീരുമാനിച്ചാലും അവസാന വാക്ക് അദ്ദേഹത്തിൻ്റെയാണ്, ഭഗവാന്റെയാണ്. അപ്പോൾ നമ്മളൊക്കെ ഒരു നിയോഗം മാത്രമേ ഉള്ളൂ. ഇന്ന് ശരിക്കും ഞാൻ തൃശ്ശൂർ പോയിരുന്നതാണ് രാവിലെ 9:45 ട്രെയിനിൽ. പിന്നെ അത് ഇവിടുത്തെ പ്രോഗ്രാം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് 11:15 ട്രെയിനിലോട്ട് മാറ്റി. അപ്പോഴാണ് മുറജമസമ്മതി ക്ഷേത്രത്തിൽ അത്യാവശ്യമായിട്ട് മീറ്റിംഗ് ഉണ്ട്, 10:30 വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എല്ലാം ഈശ്വരൻ ചെയ്യുന്നത്. തൃശ്ശൂര് ശരിക്കും ശുഗപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മിക്കവാറും ആൾക്കാർ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. അവിടെ ഇപ്പോഴും വേദപാരായണവും വേദസദസ്സും ഒക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ശുഗമഹർഷി തപസ് ചെയ്ത അദ്ദേഹം അവിടെ ഒരു കിണറുണ്ട്, അതിനകത്ത് തപസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഐതിഹ്യം. ഞാൻ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട്.